യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ യോഗസൂത്രത്തിൻ്റെ 5-ാമത്തെ ക്ലാസ്സിൽ 2 തരം സമാധിയുണ്ട്. സംപ്രജ്ഞാത സമാധി എന്നും അസംപ്രജ്ഞാത സമാധി എന്നും 2 രീതിയിൽ സമാധിയാകും. അതിൽ സംപ്രജ്ഞാത സമാധിയിൽ ചിത്തം ഇന്ന വിധമാണ് എന്ന് നമുക്ക് മനസ്സിലാകും, നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അസംപ്രജ്ഞാത സമാധി സാധാരണ വെളിച്ചത്തിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വെളിച്ചത്തിൻ്റെ ആധിക്യമുണ്ടായാൽ നമ്മുടെ കണ്ണു മിഴിക്കാൻ വയ്യാതെയായി തീരുന്ന ഇരുട്ടുപോലെ ആകുന്നത് പോലെ അസംപ്രജ്ഞാത സമാധിയിൽ ചിത്തത്തിൻ്റെ സ്വരൂപത്തെ തേജോരൂപമായ ധ്യാനശക്തിയുടെ ആധിക്യത്താൽ നിർണയിക്കാൻ സാധിക്കുകയില്ല. ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 10,000 ആതിഥേയരൊന്നിച്ചുയരുന്നതുപോലെ. അതായത് 10,000 സൂര്യന്മാർ ഒന്നിച്ചുയർന്നു വന്നാൽ എങ്ങനെയാണ്, എത്ര പ്രകാശമാണ്. ഒരു സൂര്യൻ്റെ പ്രകാശത്തെ നേരെ നിന്ന് നോക്കാൻ നമ്മുടെ കണ്ണുകൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്രമാത്രം പ്രകാശം ഒന്നിച്ചുയർന്നു വന്നാൽ എപ്രകാരമാണോ അങ്ങനെ അസംപ്രജ്ഞാത സമാധിയിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ധ്യാനത്തിൻ്റെ കൂടുതൽ കുറവുകൾ 2 സമാധികളിലുമുണ്ട്. എന്നാൽ ഈ ഇന്ദ്രനാണ് വേദസിദ്ധമായ തേജസ് നമ്മളിലുള്ളത്. നമ്മൾക്ക് കൈവല്യം നൽകുന്നത് ആ തേജസ്സാണ്. ചിത്തത്തിൽ ലയിച്ചിരിക്കുന്ന ആ തേജസ്സിനെ നമ്മൾ ധ്യാനം കൊണ്ട് ജ്വലിപ്പിക്കണം. ധ്യാനം കൊണ്ട് ജ്വലിപ്പിച്ച് ആ ജ്വാലയിൽ ദോഷങ്ങളാകുന്ന എല്ലാ മാലിന്യങ്ങളും ആ ജ്വാലയിൽ ദഹിച്ചു പോകുന്നു, നശിച്ചു പോകുന്നു. അതിനെ നശിപ്പിക്കുകയാണ് നമ്മുടെ ധ്യാനം കൊണ്ട്, ജീവാത്മാവായ നാം ധ്യാനം കൊണ്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾക്ക് സിദ്ധിക്കുന്നതും. അവിടെ നമ്മളുടെ ആ മാലിന്യങ്ങളെ എല്ലാം മാറ്റി ധ്യാനം നമ്മളെ പരിശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. ദഹിപ്പിച്ച് ശാമ്പലാക്കിക്കളയും ദോഷങ്ങളെയെല്ലാം തന്നെ. ധ്യാനത്തിൻ്റെ ദൃഢതയെ അടിസ്ഥാനമാക്കിയാണ് സമാധിയെ നമ്മളിങ്ങനെ സംപ്രജ്ഞാതമെന്നും അസംപ്രജ്ഞാതമെന്നും പറയുന്നത്. അതുപോലെ തന്നെ സമാധിയുടെ ഫലത്തെ അനുസരിച്ചും വിഭജനമുണ്ട്. അങ്ങനെയുള്ള വിഭജനം എങ്ങനെയെന്നാൽ അതിൻ്റെ ഫലം അടിസ്ഥാനമാക്കി നമുക്ക് ഈ ധ്യാനം കൊണ്ട് എന്ത് ഫലം ഉണ്ടാകും. ഭവപ്രത്യയ സമാധി തന്നെ 2 വിധം ഫലം കൊണ്ടുണ്ടാകുന്നുണ്ട്. ഭവപ്രത്യയ സമാധി എന്നും ഉപായപ്രത്യയം എന്നും തിരിക്കും. അപ്പോൾ ഭവപ്രത്യയം എന്ന് പറയുന്നത് ദേവത്വം ലഭിക്കുമെന്നാണ്, ദേവന്റെ പദവി നമുക്ക് ലഭിക്കും. ഉപായപ്രത്യയ സമാധി കൊണ്ട് നമുക്ക് കൈവല്യമാണ് പ്രാപ്തമാകുക. അപ്പോൾ ഭവപ്രത്യയോ വിദേഹ പ്രകൃതിലയാനാം, ഭവപ്രത്യയോ വിദേഹ പ്രകൃതിലയാനാം, വിദേഹന്മാർക്കും പ്രകൃതിലയന്മാർക്കും ഭവപ്രത്യയ സമാധിയാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ ബുദ്ധിതത്വം, അഹങ്കാരതത്വം തുടങ്ങിയവ അനാത്മവസ്തുക്കളെ നമ്മൾ ആത്മാവാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഉപാസിക്കുന്നവരുണ്ടാകും. അപ്പോൾ ചരമദേഹപാതാനന്തരം നമ്മൾ ചരമമാകുമ്പോൾ നമ്മളുടെ ദേഹം പതിച്ചു കഴിയും. അതിനുശേഷം ദേവയോനി വിശേഷങ്ങളാവുകയാണ് ഈ ആത്മാക്കൾ ചെയ്യുന്നത്. അതുപോലെ അല്ലെങ്കിൽ പ്രകൃതിയിൽ അങ്ങ് ലയിക്കും. ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് കൈവല്യം പോലെ സുഖമനുഭവിക്കുന്നവരാണ് മറ്റുള്ളവർ. പക്ഷേ ഇവർ ഈ സുഖം അനുഭവിക്കും, സമാധി കൊണ്ട് എത്തിച്ചേർന്ന് ദേവയോനിയിലെത്തി അവർ സുഖം അനുഭവിക്കുന്നു. എങ്കിലും
വീണ്ടും ജനനം വേണ്ടിവരും. ഇപ്രകാരം സൂക്ഷ്മ ശരീരം കൊണ്ട് കൈവല്യ സദൃശ സുഖത്തെ അനുഭവിക്കുന്നവരിൽ ദേവയോനി വിശേഷങ്ങളാവുന്നവരെ നമ്മൾ വിദേഹന്മാരെന്ന് പറയും. പ്രകൃതിയിൽ ലയിക്കുന്നവരെ പ്രകൃതിലയന്മാരെന്നും നമ്മൾ വിളിക്കും. അതിനാൽ വിദേഹാവസ്ഥയെയും പ്രകൃതിലയ അവസ്ഥയെയും ഉണ്ടാക്കുന്ന സമാധിയെ ഭവപ്രത്യയ സമാധി എന്ന് പറയും. ശ്രദ്ധാവീര്യ സ്മൃതി സമാധി പ്രജ്ഞാപൂർവക ഇതരേഷാം. ശ്രദ്ധാവീര്യ സ്മൃതി സമാധി പ്രജ്ഞാപൂർവക ഇതരേഷാം. ശ്രദ്ധ, വീര്യം, സ്മൃതി, മനസമാധാനം, വിവേകം ഇത്യാദികളോടുകൂടിയാണ് മുമുക്ഷുക്കൾക്ക് സമാധി ഉണ്ടാകുന്നത്. മുമുക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് ജിജ്ഞാസ മാത്രം, അറിവ് നേടണം, ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ബാക്കിയൊന്നും അവരുടെ മുന്നിലില്ല, വേറെ ഒന്നും അവരെ ബാധിക്കുന്നേയില്ല. അപ്പോൾ മനപ്രസാദ രൂപമായ ശ്രദ്ധ ഉണ്ടാകണം. മനപ്രസാദം എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം സാധിക്കുമ്പോൾ, അല്ലേ? നമ്മൾക്കെല്ലാവർക്കും എന്താണോ ആഗ്രഹം അതേപോലെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾക്ക് മനപ്രസാദം ഉണ്ടാകും. ഇവിടെ മുമുക്ഷുക്കൾക്ക്, തൻ്റെ ജിജ്ഞാസുക്കളായവർക്ക് തങ്ങളുടെ ആ പാതയിലൂടെ, സമാധിയിലൂടെ പോകാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് അത് സാധിക്കുന്നു എന്ന് തോന്നിയാൽ മനപ്രസാദമുണ്ടാകും. അങ്ങനെ മനപ്രസാദമുണ്ടായി കഴിയുമ്പോൾ അതിൽ ശ്രദ്ധയുണ്ടാകും. ആ ശ്രദ്ധയുണ്ടായാൽ വിഘ്നങ്ങളെ കൊണ്ടുള്ള മനോവിഷമാദികളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ വിഘ്നങ്ങൾ എന്നത് നമുക്കൊരു പ്രശ്നമേ അല്ല. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ, മനോപ്രസാദമുണ്ടായി കഴിഞ്ഞാൽ, ശ്രദ്ധയുണ്ടായാൽ വിഘ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ നമ്മൾക്ക് മനോവിഷമാദികൾ ഉണ്ടാവില്ല. ഇതൊന്നും ഒരു വിഷമമല്ല എന്ന രീതിയിൽ നാം ഇതിനെ ഒന്നും തൊടാതെ, ഇതൊന്നും നമ്മെ സ്പർശിക്കാതെ നാം മുന്നോട്ട് പോകും. എന്നു മാത്രമല്ല, ചിത്തത്തിനൊരു പ്രത്യേകം ഒരു ശക്തി ഉണ്ടാകും. ചിത്തത്തിന് ആ സമയത്ത് എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാകും. ഈ ശക്തി ഉണ്ടായാൽ സ്മരണശക്തി വർദ്ധിക്കും. നമ്മൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന സ്മരണ നമ്മളിൽ ഉണ്ടാകും. ആ ശക്തി, അത് ഓർത്തു വെക്കാനുള്ള ശക്തി, നമ്മൾ മറന്നുപോകാതെ ഇരിക്കാൻ അത് സഹായിക്കും. ആ സ്മരണശക്തി കൊണ്ട് മനസമാധാനം ഉണ്ടാകും. ആ സ്മരണശക്തി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾക്ക് വേറൊന്നും വേണ്ട, മനസ്സിന് സമാധാനവുമായി. അങ്ങനെ മനസമാധാനമുണ്ടായാൽ വിവേകം പ്രകാശിക്കും. എപ്പോഴാണ്? അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ, അല്ലേ? അറിവിനും അപ്പുറത്തൊരറിവുണ്ട് എന്ന് തിരിച്ചറിയുന്ന മനസ്സമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ വിവേകം പ്രകാശിക്കും. വിവേകം എന്ന് പറയുന്നതാണ് തിരിച്ചറിവ്. ഇതിനപ്പുറത്തും ഒരറിവ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ഇത് അനാത്മജ്ഞാനജനകമായി തീരും. അപ്പോൾ വിവേകമുണ്ടായി കഴിയുമ്പോൾ, തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ, ആത്മജ്ഞാനം ഏതാണ്, അനാത്മജ്ഞാനം ഏതാണ് എന്നുള്ള തിരിച്ചറിവായി കഴിഞ്ഞു. ഈ ജ്ഞാനമില്ലാത്തവർ വിദേഹന്മാരായി തീരും. ഇങ്ങനെ ഈ തിരിച്ചറിവില്ലാത്തവർ അവര് വിദേഹന്മാരായി തീരും. കുറച്ചുപേർ പ്രകൃതിലയന്മാരായി തീരും. എന്നാൽ ശ്രദ്ധാവീര്യ സ്മൃതി സമാധി പ്രജ്ഞാപൂർവകമായ സമാധി തത്വജ്ഞാനത്തെ ഉണ്ടാക്കി കൈവല്യപ്രദമായി തീരും എന്നാണ് നമ്മളുടെ ഈ സൂത്രം വ്യക്തമാക്കുന്നത്. യോഗസിദ്ധി പ്രാപ്തിയും പല വിധത്തിലാണ്. ചിലർക്ക് വേഗത്തിലുണ്ടാകും, അല്ലേ? യോഗ, നമ്മൾ വെറുതെ ഒരു ധ്യാനത്തിലിരിക്കാൻ, യോഗ ക്ലാസ്സിലൊക്കെ നമ്മൾ യോഗയ്ക്ക് ആൾക്കാരെ ഇരുത്തിയിട്ട് നമ്മൾ ധ്യാനം, മെഡിറ്റേഷൻ അങ്ങനെ ചെയ്യിക്കുന്നതായ സമയത്ത്
ചിലർക്കൊക്കെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ടാകും. ചിലരെയൊക്കെ നമ്മൾ 1 മണിക്കൂർ ഇരുത്തിയാലും 2 മണിക്കൂർ ഇരുത്തിയാലും ചിലപ്പോൾ ആ ശ്രദ്ധ, ആ ധ്യാനം അവർക്ക് ലഭിക്കുന്നില്ല, ആ സിദ്ധി അവർക്ക് ലഭിക്കുന്നില്ല. ഈ യോഗസിദ്ധി പ്രാപ്തിയും അങ്ങനെയാണ്. നമ്മൾ കുറച്ച് സമയം പോയി കഴിയുമ്പോൾ അവിടെ ഒരു ബ്രേക്ക്, ഒരു വിഘ്നം വന്നാൽ വീണ്ടും തിരിച്ച് നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. അങ്ങനെ അത് ഉണ്ടാവാതെ മറ്റു ചിലർക്ക് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ, വേഗത്തിൽ തന്നെ അവർക്ക് സിദ്ധി ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത സൂത്രങ്ങൾ കൊണ്ട് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം.